Hi dear students, welcome back to a new video lecture. Circulation. Circulation is closed type. We know all vertebrates have closed circulation. Circulation is closed type. Three-chambered heart present. Heart three-chambered ആണ്. Three-chambered heart present. The chambers are heartlet chambers. Here the chambers are two auricles. Auricles two auricles and incompletely separated ventricle. Incompletely separated ventricle. ഒരു വെൻട്രിക്കിൾ ആണ് കാണുന്നത്, ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആകാതായിരിക്കുന്നു. നോക്കി, ഈ ഒരു ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. രണ്ട് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഫോം ചെയ്ത് തുടങ്ങി. കംപ്ലീറ്റ് ആയില്ല. കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ്ലി ഫോർ ചേമ്പേർഡ് ഹാർട്ട് ആയേനെ. ബട്ട് ഇവിടെ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഡെവലപ്പ് ചെയ്തത് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ആംബിബിയൻസിനേക്കാൾ കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ആംബിബിയൻസിൽ ത്രീ ചേമ്പേർഡ് ആണ്, ടു ഓറിക്കിൾസും വൺ വെൻട്രിക്കിളും ആണ്. ഇവിടെ ത്രീ ചേമ്പേർഡ്, ടു ഓറിക്കിളും വൺ വെൻട്രിക്കിൾ. ബട്ട് ഇവിടെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൂടി ഉണ്ടായത്, ഒരു ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങി, കംപ്ലീറ്റ് ആയില്ല. അതുകൊണ്ട് ഇപ്പോഴും ഹാർട്ട് ത്രീ ചേമ്പേർഡ് ആയിട്ട് തന്നെ കാണുന്നു. സോ ത്രീ ചേമ്പേർഡ് ഹാർട്ട്, there are two auricles and incompletely separated ventricle. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, റൈറ്റ് സൈഡിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വരും, ലെഫ്റ്റ് സൈഡിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരും. സോ the circulation is double circulation. Both oxygenated and deoxygenated blood passes through the heart. Oxygenated bloodും deoxygenated bloodും ഹാർട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഡബിൾ സർക്കുലേഷൻ ആണ്. But these blood get mixed in ventricle. Ventricle വെച്ച് രണ്ട് ബ്ലഡ് മിക്സ് ചെയ്യും. അതുകൊണ്ട് എന്താ പറയുക? Their circulation is incomplete double circulation. Circulation incomplete double circulation. Incomplete double circulation seen in amphibians. Sorry, reptiles. Reptilesലും incomplete double circulation ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. സൈക്ലോസ്റ്റോംസിലും ഫിഷസിലും സിംഗിൾ സർക്കുലേഷൻ, ആംഫീബിയൻസിലും റെപ്റ്റൈലും ഡബിൾ സർക്കുലേഷൻ. അതെങ്ങനെയുള്ളതാണ്? ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് ഹാവ് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഉള്ളവരാണ്. ഇവിടെ നോക്കി, ഹാർട്ടിൽ നിന്ന് ഈ വെൻട്രിക്കിൽ നിന്നും അയോർട്ട ഡെവലപ്പ് ആവും. ഈ അയോർട്ട റൈറ്റ് സൈഡിലേക്കാണ് അവർക്ക് ബ്രാഞ്ച് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ല, ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രാഞ്ച് ചെയ്യുന്നത്. ബട്ട് റെപ്റ്റൈൽസ് നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് ബ്രാഞ്ച് ചെയ്യുന്നു. So only right aortic arch present. Only right aortic arch present in their circulatory system. Circulatory system right side like മാത്രമേ aorta branch ചെയ്യുന്നുള്ളൂ. So only right aortic arch. നമ്മളൊക്കെ only left aortic arch ആണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ്? Only right aortic arch present in their circulation. Next is their excretion. Excretion by metanephric kidneys. Excretion by metanephric kidneys. ഇനി metanephric എന്നൊക്കെ പറഞ്ഞാൽ കിഡ്നീസ് രണ്ട് ടൈപ്പ് ആണ്. എല്ലാ വെർട്ടിബ്രേറ്റ്സിലും കിഡ്നീസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. All vertebrates have kidney for excretion. എല്ലാവർക്കും കിഡ്നി തന്നെ. But two types of kidney in vertebrates. രണ്ട് ടൈപ്പ് കിഡ്നിയാണ് വെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുക. They are mesonephric kidney and metanephric. Mesonephric, metanephric, ഇങ്ങനെ രണ്ട് ടൈപ്പ് കിഡ്നി ഉണ്ട്. അതിൽ ഫിഷസ്, amphibians, സൈക്ലോസ്റ്റോംസ്, നമ്മൾ പഠിച്ചാണ് സൈക്ലോസ്റ്റോം, ഫിഷസ്, amphibians. ഈ മൂന്ന് ഗ്രൂപ്പിലും മീസോനെഫ്രിക് ടൈപ്പ് ആണ് കിഡ്നി. സൈക്ലോസ്റ്റോം, ഫിഷസ്, ആംഫീബിയൻസിലെല്ലാം മീസോനെഫ്രിക് ടൈപ്പ് കിഡ്നിയും. റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്, ഈ മൂന്ന് അനിമൽ ഗ്രൂപ്പിലും മെറ്റാനെഫ്രിക് ടൈപ്പ് കിഡ്നിയാണ്. സോ വെർട്ടിബ്രേറ്റ്സിൽ തന്നെ മെറ്റാനെഫ്രിക് കിഡ്നി ഫസ്റ്റ് അപ്പിയർ ചെയ്ത ഗ്രൂപ്പ് റെപ്റ്റൈൽസ് ആണ്. സോ ദേ ഹാവ് മെറ്റാനെഫ്രിക് കിഡ്നി ഫോർ എക്സ്ക്രീഷൻ. ഇവർക്ക് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാനെഫ്രിക് കിഡ്നിയാണ്. And these animals are uricotelic. Reptiles are uricotelic. Means
The chief excretory product is uric acid. Their chief excretory product is uric acid. So they are uricotelic. Uric acid ഫോമിലാണ് മെയിൻലി ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എലിമിനേറ്റ് ചെയ്യുക. ബിക്കോസ് ഇപ്പം നമ്മൾ ഫിഷസ് പഠിച്ചപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള അനിമൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അക്വാട്ടിക് ആംഫിബിയൻസ്, ഫിഷസ്, ബോണി ഫിഷസ്, അവരൊക്കെ അമോണോടെലിക് എന്നാ പറഞ്ഞത്. അമോണിയ ഫോമിലാണ് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക. അമോണിയയുടെ പ്രത്യേകത, അമോണിയ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് എലിമിനേഷൻ ഓഫ് അമോണിയ റിക്വയർഡ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. അമോണിയ എന്ന വേസ്റ്റിനെ അമോണിയ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണ്ടി വരും. ഇപ്പൊ ഒരു അനിമൽ അല്ലേ, ഈ എല്ലാ അനിമൽസിനെയും എല്ലാ സെല്ലിലും മെറ്റബോളിസം നടക്കും. മെറ്റബോളിസം നടന്നാൽ വേസ്റ്റുകളായി യൂറിയ, യൂറിക് ആസിഡ്, അമോണിയ ഇതെല്ലാം ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ റെപ്റ്റൈലിൽ അവരുടെ സെല്ലിലെല്ലാം അമോണിയ ഉണ്ടാവും. ഈ സെല്ലിലെല്ലാം ഉണ്ടാകുന്ന അമോണിയ ആയിട്ട് തന്നെ അവരുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞു അമോണിയ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, their elimination required large amount of water. അങ്ങനെയാണെങ്കിൽ ഇവർ മില്യൺ സെല്ലുണ്ട്, ഓരോ സെല്ലിലും അമോണിയ ഉണ്ടാവും. ഈ ഫോം ചെയ്യുന്ന അമോണിയ എല്ലാം അമോണിയ ആയിട്ട് തന്നെയാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് ലാർജ് എമൗണ്ട് വാട്ടർ കൂടെ എലിമിനേറ്റഡ് ആവും, വിച്ച് കോസസ് ഡിഹൈഡ്രേഷൻ. ബട്ട് ഞാൻ പറഞ്ഞ ഒരു ട്രൂ ലാൻഡ് വെർട്ടിബ്രേറ്റ്സ് ആണ്. ഒരു ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ഒരു ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് ഇൻഹാബിറ്റന്റ് അഡാപ്റ്റഡ് ആയിരിക്കണം. വൺ ഓഫ് ദ അഡാപ്റ്റേഷൻ ഈസ് their excretory product are mainly removed in the form of uric acid. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ അമോണിയ ഒക്കെ അവർ എന്തായി കൺവേർട്ട് ചെയ്യും, യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂറിക് ആസിഡ് ഫോമിൽ എലിമിനേറ്റ് ചെയ്യും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ഈസ് ലെസ് സോലുബിൾ ഓർ നോട്ട് സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ അത്ര സോലുബിൾ അല്ല. സോ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ഫോർ ദ എലിമിനേഷൻ ഓഫ് യൂറിക് ആസിഡ്. വളരെ കുറച്ച് എമൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസേ വേണ്ട യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്യാൻ. അപ്പൊ അവരുടെ ബോഡിയിൽ നിന്ന് അവരുടെ മെറ്റബോളിക് വേസ്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് ഉണ്ടാകില്ല. ബോഡിയിൽ മാക്സിമം വാട്ടറിനെ കൺസർവ് ചെയ്യാൻ പറ്റും. ബട്ട് അമോണിയ ആയിട്ടായിരുന്നെങ്കിലോ കൂടുതൽ വാട്ടർ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നേ. സോ ദീസ് റെപ്റ്റൈൽസ് ആർ ടെറസ്ട്രിയൽ. They have to conserve water in their body. In order to conserve water in their body, their excretory products are converted in the form of uric acid and eliminated in the form of uric acid. So they are uricotelic. But some reptiles like crocodiles, crocodiles are amonotelic. Crocodiles are amonotelic. Ammonia formal waste eliminate if plenty of water available. ഇപ്പൊ അവർ ഇൻഹാബിറ്റ് ചെയ്യുന്നിടത്ത് കൂടുതൽ വാട്ടർ ഉണ്ടെങ്കിൽ അവർ അമോണിയ ആയിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യും. വാട്ടർ കുറയുന്ന കണ്ടീഷനിൽ അവർ യൂറിക് ആസിഡ് ആയിട്ടും എലിമിനേറ്റ് ചെയ്യും. സോ ദീസ് ക്രോക്കോഡൈൽസ് ആർ അമോണോടെലിക് ഇഫ് പ്ലെന്റി ഓഫ് വാട്ടർ അവൈലബിൾ. കൂടുതൽ വാട്ടർ ഉണ്ടെങ്കിൽ ക്രോക്കോഡൈൽ അമോണോടെലിക് ആയി കാണപ്പെടും. Then another example, turtles. ഒരു മറൈൻ ആയിട്ടുള്ള കടലാമ, മറൈൻ ആയിട്ടുള്ള റെപ്റ്റൈൽ ആണ്. മറൈൻ വാട്ടറിൽ കാണുന്ന റെപ്റ്റൈൽ ആണ് കടലാമ എന്ന് പറയുന്നത്. These turtles are uricotelic. അവർ യൂറിയോടെലിക് ആണ്. യൂറിയ ഫോമിലാണ് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ റെപ്റ്റൈൽസ് ആർ യൂറിക്കോടെലിക്. ഓൾമോസ്റ്റ് ഓൾ റെപ്റ്റൈൽസും യൂറിക്കോടെലിക് ആണ്. ഇത് അവരുടെ എക്സ്ക്രീഷന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് respiration. Respiration is pulmonary. Pulmonary respiration means respiration through the lungs. ലങ്സിലൂടെയാണ് റെസ്പിറേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ദേ ആർ എയർ ബ്രീത്തേഴ്സ്, എയർ ബ്രീത്തിങ് ആനിമൽസ്. എല്ലാവരും എയർ ബ്രീത്തിങ് ആണ്. ഈവൻ വാട്ടറിലായിരിക്കുന്ന ടൈമിൽ പോലും എയറിനെ എടുത്തിട്ടേ വാട്ടറിലേക്ക് പോകും. സ്നേക്ക് ആണെങ്കിലൊക്കെ വാട്ടറിൽ, ഇപ്പൊ സീ സ്നേക്ക്, എൻഹൈഡ്ര എന്നൊക്കെ പറയുന്ന കടൽ വെള്ളത്തിൽ കാണും. അവരൊക്കെ അറ്റ്മോസ്ഫിയറിൽ വന്ന എയറിനെ എടുത്തിട്ടാണ് വാട്ടറിലേക്ക് പോവുക. ഓൾ ഓഫ് ദം ആർ എയർ ബ്രീത്തേഴ്സ്. എല്ലാ ആനിമൽസും എയർ ബ്രീത്തേഴ്സ് ആണ്. സോ ദ റെസ്പിറേഷൻ ബൈ ലങ്സ്, സോ ദ റെസ്പിറേഷൻ ഇസ് കോൾഡ് ആസ് പൾമോണറി റെസ്പിറേഷൻ. എല്ലാ റെപ്റ്റൈലിന്റെ റെസ്പിറേഷൻ പറയുക പൾമോണറി റെസ്പിറേഷൻ എന്നാണ്. ദ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ ലങ്സ്. അതാണ് അവരുടെ റെസ്പിറേഷന്റെ പ്രത്യേകത. Then their sense organs includes eyes with eyelids. Eyes with eyelids. eyelid present ആണ്. But eyelids are absent in snakes. സ്നേക്കുകളിൽ eyelid absent ആണ്. So they have eyes with eyelids, but eyelids are absent in snakes. Snakes eyelids ഇല്ല.
ടിംബാനം റെപ്രസെന്റ് ഇയർ. ഇവിടെ ടിംബാനം തന്നെയാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുക. ആസ് ലൈക്ക് ആംബിബിയൻസ് ഹിയർ ദ ടിംബാനം റെപ്രസെന്റ് ദ ഇയർ. ടിംബാനം തന്നെയാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുക. മിഡിൽ ഇയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ടിംബാനം റെപ്രസെന്റ് ദ ഇയർ. ബട്ട് ഓൺലി ഇന്റേണൽ ഇയർ പ്രസന്റ് ഇൻ സ്നേക്സ്. സ്നേക്സിൽ എന്താണ്? ഓൺലി ഇന്റേണൽ ഇയർ പ്രസന്റ്. സ്നേക്സിന് ഇന്റേണൽ ഇയർ മാത്രമേ കാണൂ. സോ ഓൺലി ഇന്റേണൽ ഇയർ പ്രസന്റ് ഇൻ സ്നേക്സ്. Jacobson's organ is a specialized olfactory sense organ. സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്പെഷ്യലൈസ്ഡ് olfactory sense organ seen in snake. സ്നേക്കിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് olfactory sense organ ആണ് Jacobson's organ. 12 pairs of cranial nerves are present. 12 pairs of cranial nerves. 12 pairs of cranial nerves are present in these reptiles. Cranial nerves ശ്രദ്ധിച്ച് സൈക്ലോസ്റ്റോംസ് പഠിച്ചപ്പോൾ 8 pairs ആയിരുന്നു. കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ടുള്ള ഫിഷസും ആംഫീബിയൻസിൽ വന്നപ്പോൾ 10 pairs of cranial nerves ആയിരുന്നു. റെപ്റ്റൈൽ വന്നപ്പോൾ അത് 12 pairs ആയി മാറി. ഇനിയുള്ള എല്ലാ ആനിമൽസിലും 12 pairs of cranial nerves ആണ്. So they have 12 pairs of cranial nerves in their central nervous system. And their reproduction. Reproduction is only sexual. Sexually മാത്രമേ reproduce ചെയ്യൂ. So reproduction is only sexual. Development is direct. Larval stages ഇല്ലാത്തവരാണ്. Development is direct. Oviparous means egg laying. Oviparous means egg laying. Some are viviparous means giving birth to young ones. So viper, they are giving birth to young ones. Delivery ചെയ്യുന്നവരുണ്ട്. So mostly oviparous, some are viviparous. They have macrolethal and cleidoid egg. Macrolethal and cleidoid egg means ഇതിപ്പോ egg ആണെങ്കിൽ ലെസിത്തൽ വേർഡ്, ലെസിത്തലിന്റെ വേർഡ് മീനിങ് യോക്ക് എന്നാണ്. റിസർവ് ഫുഡ് യോക്ക്. നമ്മൾ കൊടിമുട്ടയിലെ കാണുന്ന പോലെ യെല്ലോ കളറിൽ കാണുന്ന സ്ട്രക്ചർ യോക്ക്. മാക്രോ മീൻസ് അബണ്ടന്റ് എന്നല്ലേ, ലാർജ് എമൗണ്ട് എന്നല്ലേ. മാക്രോ ലെസിത്തൽ മീൻസ് അബണ്ടന്റ് യോക്ക് മെറ്റീരിയൽസ് ആർ പ്രസന്റ്. എഗ്ഗിനുള്ളിൽ ലാർജ് എമൗണ്ട് യോക്ക് കാണപ്പെടുന്നുണ്ട്. അതാ മാക്രോ ലെസിത്തൽ. ആൻഡ് ക്ലിഡോയിഡ്. ക്ലിഡോയിഡ് മീൻസ് ഷെൽ എന്നാണ്. ഷെൽ. Cleidoid egg means their egg is protected by calcium carbonate shell. എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ഷെല്ലും ഉണ്ട്. അങ്ങനെ ഷെൽഡ് ആയിട്ടുള്ളതും ലാർജ് അമൗണ്ട് യോക്ക് ഉള്ളതുമായിട്ടുള്ള ഇതാണ് യോക്ക്. ഷെല്ലുള്ളതും ലാർജ് എമൗണ്ട് യോക്ക് ഉള്ളതുമായതുകൊണ്ടുള്ള എഗ്ഗിനെയാണ് പറയുക മാക്രോലെസിത്തൽ, ലാർജ് എമൗണ്ട് ഓഫ് യോക്ക്. ആൻഡ് ഷെൽഡ് എഗ്, അതിന് ഷെല്ലും ഉണ്ട്, അതുകൊണ്ട് ക്ലിഡോയിഡ് എഗ് എന്ന് പറയും. സോ ദേ ഹാവ് മാക്രോലെസിത്തൽ ആൻഡ് ക്ലിഡോയിഡ് എഗ്. മാക്രോലെസിത്തലും ക്ലിഡോയിഡ് എഗ്ഗും ഉള്ളവരാണ് ഈ റെപ്റ്റൈൽസ് എന്ന് പറയുക. Then their fertilization is always internal. Fertilization is always internal. These reptiles are amniotes. Previous video നോക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് amniotes. Amphibians എന്ന ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിരുന്നതാണ്. So these reptiles are amniotes means നമ്മളെ പോലെ തന്നെയാണ്. Their embryo is protected. Suppose ഇത് embryo ആവുന്നുണ്ടെങ്കിൽ, ഇവിടെ embryo ഉണ്ടാവുന്നുണ്ടെങ്കിൽ, embryo is protected by a fluid filled membrane like amnion. Embryo protect ചെയ്തുകൊണ്ട് fluid filled membrane ഉണ്ട്. That fluid filled membrane prevent this embryo from drying. Embryo drying ൽ നിന്ന് prevent ചെയ്യുക ചെയ്യും. So the embryo is protected by fluid filled membrane like amnion for preventing the drying of embryo. So these reptiles are amniotes. Because ഇവര് ടെറസ്ട്രിയൽ ആനിമൽ ആണ്. ടെറസ്ട്രിയൽ ആനിമൽ ആകുമ്പോൾ എംബ്രിയോ ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഡ്രൈയിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ എംബ്രിയോ പ്രൊട്ടക്ട് ചെയ്ത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള മെംബ്രെയിൻ കാണുന്നു, ലൈക്ക് ആംനിയോൺ. ആംനിയൻ പോലുള്ള മെംബ്രെയിൻ ഉണ്ട്. സോ ദീസ് റെപ്റ്റൈൽസ് ആർ ആംനിയോട്സ്. റെപ്റ്റൈൽസ് മാത്രമല്ല, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽ വരെയുള്ളവരും ആംനിയോട്സ് ആണ്. സോ ദീസ് റെപ്റ്റൈൽസ് ആർ ആംനിയോട്സ്. ആംനിയോട്സ് ആയിട്ടുള്ള ആനിമലിന് എക്സാമ്പിൾ ആണ്, സോറി, ആംനിയോട്ട് ആയിട്ടുള്ള ആനിമലിന് എക്സാമ്പിൾ ആണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. So these are the general characters of the class Reptilia.